വെടിനിർത്തലിനിടയിലും സംഘർഷാവസ്ഥ അയയുന്നില്ല എന്നതാണ് ഇറാൻ യുദ്ധത്തിന്റെ നിലവിലെ അവസ്ഥ. ആഴ്ചകളോളം യുദ്ധം ചെയ്ത് ഒടുവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ യുദ്ധമുഖം അല്പം ശാന്തമായിട്ടുണ്ട് എങ്കിലും യുദ്ധഭീതി മാറുന്നില്ല. ഇപ്പോൾ നടക്കുന്ന യുദ്ധം എങ്ങനെയായിരിക്കും അവസാനിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹം ഏറെ ഉദ്യോഗത്തോടെയും ആശങ്കയോടെയും നോക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ കൺമുന്നിൽ തെളിയുന്നുണ്ട് എങ്കിലും അതോടൊപ്പം തന്നെ ഒരു കാലത്തും അവസാനിക്കാത്ത ഒരു സംഘർഷമായി നിലനിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അവസാനിച്ചാൽ പോലും ആർക്കും വിജയമില്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കും. പക്ഷേ യുദ്ധത്തിന് വിരാമമായാൽ പോലും അതിന്റെ അനുരണനങ്ങൾ ലോകമാകെ പിന്നെയും പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയൊരിക്കലും ലോകക്രമം പഴയ പോലെയാകില്ല. അത് രണ്ട് കാലങ്ങളായി വിഭജിക്കപ്പെടും, ഇറാൻ യുദ്ധത്തിന് മുൻപും ശേഷവും എന്ന്. 3 സാധ്യതകളാണ് ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ കാണുന്നത്. ഒന്നുകിൽ ഇരു രാജ്യങ്ങളും പരസ്പരം സമ്മതിച്ച് ഒരു മികച്ച കരാർ ഉണ്ടാകണം, അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ യുദ്ധം സ്വയമേ ഉപേക്ഷിക്കണം. മൂന്നാമത്തേത് അവസാനമില്ലാത്ത രീതിയിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുക. ആദ്യ 2 സാധ്യതകളും നിലവിൽ യാഥാർത്ഥ്യവുമായി അകലം പാലിക്കുന്നു. ഇരുപക്ഷവും പരസ്പരം അവിശ്വാസം വെച്ചു പുലർത്തുന്ന സാഹചര്യത്തിൽ ഒരു കരാറിലേക്ക് അടുക്കുന്നതിന് ഭഗീരഥ പ്രയത്നം വേണ്ടിവരും. ഇറാനുമായി ഒരു സമാധാന കരാറുണ്ടാക്കി അതുവഴി സംഘർഷം അവസാനിപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം. പക്ഷേ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നതും അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. അടിക്കടി വാക്കുമാറ്റി പറയുന്ന ഡൊണാൾഡ് ട്രംപിനോട് ഇറാന് അവിശ്വാസം മാത്രമേ ഉള്ളൂ. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ തന്നെ ഇറാനെ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണികൾ, ഹോർമൂസിൽ ഇറാന്റെ ഉപരോധത്തിന് മേൽ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നാവിക ഉപരോധം, ഇതെല്ലാം പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതായിരുന്നു. ഇതാണ് ഒടുവിൽ നേരിട്ടുള്ള ചർച്ചകൾക്കില്ലെന്ന ഇറാന്റെ കടുത്ത നിലപാടിലേക്ക് നയിച്ചത്. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ഒരിക്കലും ഭൂഷണമല്ല. അത് ചർച്ചയുടെ നിറം കെടുത്തും, ലക്ഷ്യം തെറ്റിക്കും. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് നേരിട്ടാണ് ഇറാനുമായി ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിൽ തന്നെ ഇത്തരമൊരു നീക്കം അപൂർവമാണ്, അസാധാരണമാണ്. എന്നിട്ട് പോലും ചർച്ച ഫലവത്താകാതെ പോകുന്നതിന്റെ കാരണം എന്തായിരിക്കും? അത് മറ്റൊന്നുമല്ല, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ട്രംപിന്റെ നിലപാടുകളും പ്രസ്താവനകളുമാണ്. ആദ്യഘട്ട ചർച്ചയിൽ ഏറെക്കുറെ ധാരണയായി വന്നപ്പോഴാണ് JD വാൻസിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഫോൺ കോൾ വരുന്നത്. നെതന്യാഹു സംസാരിച്ചത് എന്താണ് എന്ന ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ആ ഫോൺ കോളാണ് ചർച്ച പൊളിച്ചത് എന്ന് സംശയിക്കേണ്ടി വരും. വീണ്ടും 2ാം റൗണ്ട് ചർച്ചയ്ക്ക് കളമൊരുങ്ങവെയാണ് ട്രംപ് ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാൻ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള കപ്പലുകൾ തടഞ്ഞ് തിരിച്ചയക്കുന്ന സ്ഥിതിയുമുണ്ടായി. ഇത് ചർച്ചകൾ വഴിമുട്ടിച്ചു. ചുരുക്കത്തിൽ സമാധാന കരാർ അല്പം അകലെയാണ് ഇന്നും എന്ന് സാരം. ഇനിയൊരു സാധ്യത, രണ്ടിൽ ഏതെങ്കിലും ഒരു രാജ്യം സ്വയമേവ യുദ്ധമുപേക്ഷിച്ച് രംഗത്ത് വരലാണ്. മിക്കവാറും അതിന് തന്നെയാകും സാധ്യത കൂടുതലും. യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്കയും ട്രംപും എത്തിയിട്ടുണ്ട്. യുദ്ധം അമേരിക്കയ്ക്കുണ്ടാക്കിയ ഭീകര സാമ്പത്തിക ചെലവ്, ആയുധ ശോഷണം, ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നതിനാൽ ആഗോളതലത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഇന്ധന ചരക്ക് പ്രതിസന്ധി, അതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതങ്ങൾ, ഇവയെല്ലാം അമേരിക്കയെ സ്വയം ഒരു യുദ്ധവിരാമ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചേക്കാം. ദൗത്യം പൂർത്തീകരിച്ചു, ഇനി അടുത്ത ലക്ഷ്യം എന്ന ഒരു പ്രസ്താവനയോടെ യുദ്ധവിരാമം പ്രഖ്യാപിച്ചേക്കും. അത്രയും കടുത്ത സമ്മർദ്ദത്തിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട്. ട്രംപ് എത്തി എന്ന് പറയുന്നതിനേക്കാൾ ട്രംപിനെ അതിലേക്ക് ഇറാൻ എത്തിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അതിനെല്ലാം പുറമെ അമേരിക്കയിൽ അടുത്തു തന്നെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അമേരിക്കൻ ജനതയ്ക്ക് ഒരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ജനപ്രീതി കുറയുന്നത് ട്രംപിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് ജനപ്രീതി തിരിച്ചു പിടിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന ഇറാന്റെ പഴയ പ്രസ്താവന മറക്കാൻ കഴിയില്ല. യുദ്ധം സ്വയമേവ ഉപേക്ഷിച്ചാൽ പരാജയമായി വിലയിരുത്തപ്പെടുമെന്ന തോന്നൽ ഇരുപക്ഷത്തിനും ഉണ്ടുതാനും. ലോക സമാധാനത്തിന് ഇതാണ് വേണ്ടതെന്ന പ്രഖ്യാപനം നടത്തി ഒരു പക്ഷമെങ്കിലും പിന്മാറുമെന്ന് സമാധാനപ്രിയർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയൊരു സാധ്യത സംഘർഷം രൂക്ഷമാകലാണ്. അതായത് ഒരിക്കലും യുദ്ധവിരാമമില്ലാത്ത ഏറെയും കുറഞ്ഞും സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ഭീഷണി ഇതിനകം തന്നെ ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ഒരു സമാധാന കരാർ അകന്നു നിൽക്കുകയും അമേരിക്ക വീണ്ടും സംഘർഷം രൂക്ഷമാക്കുകയും ചെയ്താൽ ഫലം വിനാശകരമാകും.
ട്രംപിന്റെ അടുത്ത ലക്ഷ്യം പാലങ്ങൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളുമായിരിക്കും. ഇറാന്റെ നിലനിൽപ്പും അതിജീവനവും പോലും ഭീഷണിയിലാകും. ഇതിനകം 8 ആഴ്ചത്തെ യുദ്ധത്തിൽ 3000-ൽ പരം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭരണ സൈനിക തലങ്ങളിലെ നേതൃത്വം ഇല്ലായ്മ ചെയ്യപ്പെട്ടത് വേറെ. ഇനിയും സംഘർഷം നീണ്ടു തന്നെ പോയാൽ പിന്നെയും ആയിരങ്ങൾ മരിച്ചു വീഴുന്നത് കാണേണ്ടി വരും. അതുമാത്രമല്ല, സംഘർഷം നീളുന്നത് ലോകത്തുണ്ടാക്കുന്ന മാറ്റവും ചെറുതാകില്ല. യുദ്ധം ഇനിയും നീണ്ടുപോയാൽ ഇറാന്റെ തിരിച്ചടിയും കടുക്കും. ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പും അപകടത്തിലായേക്കും. മാത്രമോ, യുദ്ധം നീണ്ടുപോകുന്ന അത്രയും ഹോർമൂസിൽ ഇറാൻ ഉപരോധം തുടരും. മറുവശത്ത് അമേരിക്കയുടെ ഉപരോധവും. ലോകത്തിന്റെ എണ്ണ നീക്കത്തിന്റെ 20%-ലധികവും കടന്നുപോകുന്ന ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നത് ആഗോള എണ്ണ വിപണിയിലും ആഗോള വിപണിയിലും ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതാകില്ല. ഇന്ധന വിലക്കയറ്റവും അതിരൂക്ഷമാകുന്ന ഒരു ലോകക്രമത്തിലേക്ക് മാറുമോ എന്ന ആശങ്ക പോലും ഇപ്പോൾ തന്നെയുണ്ട്. ഇപ്പോൾ തന്നെ ആഗോളതലത്തിൽ ഇന്ധന വിലക്കയറ്റം രൂക്ഷമാകാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി യുദ്ധം അവസാനിച്ചാൽ പോലും ഹോർമൂസിന്റെ ഭാവിയിലും ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. ഹോർമൂസിൽ ടോൾ പിരിവ് ഏർപ്പെടുത്താൻ ഇറാൻ പോകുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു. ടോൾ പിരിച്ചു എന്ന തരത്തിലും വാർത്തകളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇതുവരെ സൗജന്യമായിരുന്ന ഹോർമൂസ് വഴിയുള്ള എണ്ണ കയറ്റുമതി ചിലവേറിയതാകും. അപ്പോഴും ഇന്ധന വിലയെ അത് ബാധിക്കും. ഹോർമൂസ് അടച്ചിടുന്നത് ഇറാന് ഏറെക്കാലം ഗുണകരമാകില്ല എന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എണ്ണയും വാതകങ്ങളും ഇല്ലാതെ അധികകാലം ലോകത്തിന് മുന്നോട്ടു പോകാനാവില്ല. ഇവ ലഭിക്കുന്ന മറ്റ് സ്രോതസ്സുകൾ തേടിക്കഴിഞ്ഞു പല രാജ്യങ്ങളും. ഇറാനിലെ സ്ഥിതിവിശേഷം ആശങ്ക ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ വിഭവങ്ങൾ ശേഖരിക്കുന്നതിൽ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കിയിരുന്നു. ഇന്ന് 47 രാജ്യങ്ങളിൽ നിന്നായി രാജ്യത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നു. വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും ഉൽപ്പന്നത്തിന്റെ ലഭ്യതയിൽ കുറവ് വരുന്നില്ല. ഇത്തരമൊരു തയ്യാറെടുപ്പ് പാകിസ്ഥാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും നടത്തിയിരുന്നില്ല. അതിനാലാണ് അവിടങ്ങളിൽ ഇന്ധനക്ഷാമം മൂലം ലോക്ക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ധന പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവയിൽ പലരും അമേരിക്കൻ എണ്ണയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് സ്ഥിരമായി അടഞ്ഞുകിടന്നാൽ രാജ്യങ്ങൾ അതുവഴിയുള്ള എണ്ണ വേണ്ടെന്ന് വെക്കും. ഉപരോധം നേരിടുന്ന ഇറാന് ഹോർമൂസ് വെച്ച് ഏറെ നാൾ വിലപേശാൻ കഴിയില്ല എന്ന് സാരം. കഷ്ടത്തിലാകുന്നത് ഗൾഫ് രാജ്യങ്ങളുമാകും. അവ സാമ്പത്തികമായി തകർച്ച നേരിടുമെന്നും ആശങ്കയുണ്ട്. അതുകൊണ്ട് സംഘർഷാവസ്ഥ വേഗം ഇല്ലാതാക്കുന്നതാണ് ഇറാനും നല്ലത്. അപ്പോൾ ഉയരുന്ന ചോദ്യം, സംഘർഷാനന്തരമുള്ള ഇറാന്റെ ഭാവി എന്തായിരിക്കുമെന്നാണ്. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കാണാൻ പോകുന്ന ഏറ്റവും കർക്കശമായ ഒരു ഭരണകൂടമാകും ഇനി ഇറാനിൽ ഉണ്ടാകാൻ പോകുക. ആണവായുധത്തിന്റെ പേരും പറഞ്ഞാണ് ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചത്. ഇതുവരെ തങ്ങൾ ആണവായുധം വികസിപ്പിച്ചിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഭാവിയിൽ ഇറാനിൽ കാണാൻ പോകുന്നത് ആണവായുധം തേടുന്ന ഒരു ഭരണകൂടത്തെയാണ് എങ്കിൽ, പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ പ്രശ്നകാരികളായ ഒരു ഭരണകൂടത്തെയാകും ഇനി നേരിടേണ്ടത്. ഇപ്പോൾ തന്നെ ആയത്തുള്ള അലി ഖമനയി വധിക്കപ്പെട്ടതിന് ശേഷം ഇറാന്റെ ഭരണ നിയന്ത്രണം സൈനിക സുരക്ഷാ വിഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ശക്തിമത്തായ ഒരു ഭരണകൂടമാകും ഇനി ഇറാനിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന് വലിയ ആശങ്കയുണ്ട് ഇനി യുദ്ധം ഏത് രീതിയിൽ പോകും, എവിടെ അവസാനിക്കും എന്ന കാര്യത്തിൽ.